ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ചപ്പാത്തി നന്ദൂനൊന്നും വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. രാവിലെ വല്ലാതെ കഴിക്കൂല, പക്ഷെ വൈകുന്നേരമായി അതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ അതാ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. ആ ഒരു മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് ദോശ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഓനുള്ളതും ഇനി കുറച്ച് ചട്ടണിയും കൂടിയും വേണം. അപ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിൽ മുട്ട കുത്തി പറന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കൂല മുട്ടക്കറി. ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നാളികേരം ഒന്നും അരച്ചിട്ടില്ല, വെറുതെ പൊടികളൊക്കെ ചേർത്തുണ്ടാക്കിയതാണ്. പിന്നെ ഇതാ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സോയാബീൻ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ സോയാബീനിൽ ഒന്ന് ഉപ്പ് തിരുമ്പിയപ്പോൾ കുറച്ച് ഏറിപ്പോയി. അപ്പോൾ ഞാൻ വേഗം അതിൽ കുറച്ച് കിഴങ്ങും മുറിച്ചിട്ടുണ്ട് അതും കൂടി എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നാൽ പിന്നെ വലിയൊരു ഉപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അന്നുട്ടിക്കാണെങ്കിൽ കിഴങ്ങ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കലില്ല. നന്ദൂനാവുകൊണ്ടാണ് കേട്ടോ സോയാബീനൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ ഇന്ന് അനുമോക്കും അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഉപ്പേരിക്ക് ബീൻസ് അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ബീൻസ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞു വെച്ചു, 2-3 ഉപ്പേരി വെച്ചിട്ടു. അപ്പോൾ അത് ലാസ്റ്റ് ഇന്നൊരു ഉപ്പേരിക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി ഉപ്പേരിയും ചോറും ഒക്കെ ആയിട്ടാണ് മക്കളെ കൊണ്ടേക്കണത് കേട്ടോ. ഇന്നെല്ലാം സാവകാശം ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് വെട്ടൊന്നുമില്ല. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് പോയാൽ മതിയല്ലോ. പിന്നെ ഏട്ടന് പണിക്ക് പോണോടത്തും തന്നെ ചോറുണ്ണാൻ വീട്ടിലേക്ക് വരാം, അടുത്താണ്. അതുകൊണ്ട് വലിയൊരു ധൃതിയില്ല കേട്ടോ ഒരു പണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആക്കം പോലെ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി മക്കളെ കൊണ്ടേക്ക് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നന്ദും ലച്ചുവും കൂടി ഒരു കുടയിലാണ് കേട്ടോ ചൂടി പോണത്. പിന്നെ ഓരോ സ്കൂളിലൊക്കെ ആക്കി തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഞാൻ കുറച്ച് ഉണക്കമീൻ വാങ്ങാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മൺകലങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താ പറയുക, പാത്രങ്ങൾ കണ്ട ഒരു പ്രത്യേക ഇഷ്ടമാകുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു പോന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു ചട്ടിയൊക്കെ വാങ്ങണം എന്നുണ്ട്. എൻ്റെ ഒരു ചട്ടി ഏതായാലും കേടുവരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങി പോന്നു കേട്ടോ. മീൻ വാങ്ങി വന്നത് ഇനി മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഉള്ളിയും കിഴങ്ങൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അമ്മയ്ക്കൊരു പൂതി ഉണക്കമ്മ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഉണക്ക മത്തിയാണ് വാങ്ങിയിട്ടുള്ളത്. വലിയ മത്തിയാണ് കേട്ടോ. ഈ 4 മത്തിക്ക് തന്നെ 50 രൂപയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വിലയാണ് എല്ലാ സാധനത്തിനും. അപ്പം ഇന്ന് മത്തി കൊണ്ടൊരു കറിയൊക്കെ അയച്ചു. പണ്ടൊക്കെ അമ്മയൊക്കെ കഞ്ഞിക്ക് മത്തിയൊക്കെ ചുട്ടൊക്കെ തിന്നിരുന്നു എന്നൊക്കെ പറയണേക്കെ കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ആ ചുട്ട മീൻ വല്ലാതെ ഇഷ്ടമല്ല. ഇവിടെ പണ്ടുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാകുമല്ലോ. ഇവിടെ അമ്മയ്ക്കും അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനൊക്കെ ചുട്ട് കഞ്ഞി കുടിച്ചിരുന്നു. ഇപ്പോൾ ഈ മീൻ കണ്ടപ്പോൾ അമ്മ വേഗം പറഞ്ഞു കേട്ടോ. ഉണക്കമീൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക് തലമുറിയ മത്തിയാണ്. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് അമ്മ തന്നെ ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ച് ഞാൻ. അപ്പോൾ പുളിയൊക്കെ മൺചട്ടിക്കാണ്ട് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തോനെ പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. ചിലർക്ക് ഈ കറി കാണുമ്പോൾ ഇത് എന്തൊരു കറിയാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ. പക്ഷേ പണ്ടത്തെ കറികളാണ് കേട്ടോ അതൊക്കെ. ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാളികേരമൊക്കെ അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ ചക്കയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. ഈ കറീനോടൊക്കെ ഇഷ്ടമുള്ളവരോടാണ് കേട്ടോ പറയുന്നത്. ഇവിടെ മക്കൾക്കും ഏട്ടനൊക്കെ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറി മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. അതിലത്തെ കഷ്ണങ്ങൾ കൂട്ടൂല. ഉണക്കലിട്ടിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വറ്റിച്ചതാണെങ്കിലും വലിയൊരു ഇഷ്ടമല്ല. എന്നാലും ഇപ്പോൾ ഒന്ന് അമ്മയ്ക്ക് ഇപ്പോൾ ഇത് എന്തൊക്കെയാണ് കാട്ടണ്ടേന്ന് ഒരു നിശ്ചയമല്ല കേട്ടോ. വറക്കുകയാണോ ചുടുകയാണോ കറിക്കുകയാണോ ഒന്നും നിശ്ചയമല്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടത്തോൽക്ക് പിന്നെ അങ്ങനെയല്ലേ, പണ്ടൊക്കെ ഇതൊക്കെയല്ലേ ഒരു കൂടുതലായിട്ടും കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനോടൊരു കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അമ്മ മീൻ നന്നാക്കുന്നുണ്ട്. അപ്പോൾ അതിക്ക് ഞാൻ നാളികേരം ചിരകി കൊടുക്കുകയാണ്. നാളികേരം ചിരകാൻ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ നാളികേരം കുറച്ച് തോനെ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്ത് അമ്മയ്ക്ക് ചിരക്കി കൊടുക്കും കേട്ടോ. നാളികേരം ചിരക്കുന്നത് വല്ലാത്തൊരു ഗതികേടായിട്ടാണ് അമ്മയ്ക്ക് തോന്നലുള്ളത്. അപ്പോൾ പിന്നെ ആ ഒരു പണി ഒരുക്കി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നാളികേരവും ചെറിയുള്ളിയും മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം അരച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ മീനൊക്കെ കഴുകിയെടുക്കുകയാണ്. പിന്നെ
വേവില്ലാത്ത അരി വെന്തിരുന്നു കേട്ടോ. അത് പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുകൊണ്ട് വെച്ചിട്ട് നേരത്തെ വെച്ചു. പിന്നെ ഈ ഒരു അരി നല്ല വേവാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ റൈസ് കുക്കറിലേക്കാണ് വെച്ചു. അതിങ്ങനെ ഒരു 12:30 ആവട്ടെ വേവാൻ. പിന്നെ അതാ മീനൊക്കെ നന്നാക്കി അമ്മ മീൻ കറിയൊക്കെ തിളച്ചപ്പോൾ അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മീനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഉള്ളതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് വേണം നാളികേരം അരച്ചത് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ അവിടെ വേവട്ടെ വിചാരിച്ചിട്ട് ഞാൻ അകമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികൾ അവിടെ ഇവിടെയൊക്കെ മടക്കി വെക്കാനുണ്ട്. മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിടക്കണുണ്ടാവുമല്ലോ. ഒരുക്കം കഴിയുമ്പോൾ തന്നെ ആകെ പരത്തിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ പിന്നെ ചിലപ്പോൾ ഞാൻ പോണതിൻ്റെ മുന്നേ തന്നെ അപ്പം തന്നെ അങ്ങനെ ശരിയാക്കി വയ്ക്കും കേട്ടോ. പിന്നെ ഓരോടനെ പറയും അഴിച്ച ഡ്രസ്സ് പിന്നെ മടക്കി വയ്ക്കാനും അല്ലെങ്കിൽ തിരുമ്പാനാണെങ്കിൽ അവിടെ കൊണ്ടുപോയിടാനൊക്കെ ഞാൻ പറയലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്ത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ശരിയായി വരുമല്ലോ. ഇപ്പം തന്നെ ആയിട്ടില്ല, എന്നാലും ഇപ്പം തന്നെ പറഞ്ഞു കൊടുത്താലല്ലേ ശരിയായി വരുള്ളൂ വെച്ചിട്ട് കുറേയൊക്കെ ഞാൻ ഓലെ കൊണ്ട് തന്നെ ചെയ്യിക്കലുണ്ട്. എന്നാലും ഉണ്ടാവും കേട്ടോ എനിക്കുള്ളത്. അനുമോള് മുടി ചീന്തിയിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പമൊത്ത മുടി തന്നെ കളയൂല കേട്ടോ. അതൊക്കെ എനിക്കുള്ള പണിയാണ്. അപ്പോൾ എല്ലായിടത്തും തിരുമ്പാനൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ ബക്കറ്റിലാക്കിയിട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും മെഷീനിൽ അലക്കണില്ല കേട്ടോ. ഒന്ന് കുറച്ച് കല്ലുമ്മ അലക്കാണ്ട് അത് അലക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ബാക്കി മെഷീനിൽ ഇട്ടേക്കും. പിന്നെ നാളെ ഉള്ളൂ കേട്ടോ അലക്കുക. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് കരിയേപ്പിൻ്റെ ഇല എടുക്കാൻ പോയതാണ് കേട്ടോ. ഇവിടെ കരിയേപ്പിൻ്റെ ഇല ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും അമ്മയ്ക്ക് നല്ല മണക്കുള്ള കരിയേപ്പിൻ്റെ ഇല വേണമെന്ന് പറഞ്ഞിട്ട് പുതിയത് എടുക്കാൻ പോയതാണ്. അമ്മയ്ക്ക് എപ്പോഴും ഫ്രഷ് ആയതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അപ്പം ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് കരിവേപ്പിൻ്റെ ഇല എത്ര ഇട്ടാലും തികയൂല. അതിന് കുറേ ഫ്രിഡ്ജിൽ ഇങ്ങനെ കൊടുത്ത് നിൽക്കും കേട്ടോ. അതിന് കുറേയിട്ട് വാരിയിടും. അതിന് മണം ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ അതൊന്നും ഞാൻ നോക്കൂല കേട്ടോ. പക്ഷെ അമ്മ അങ്ങനെ വെക്കൊണ്ട് തന്നെ അമ്മ എന്ത് കറി വെച്ചാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ വെച്ചാലും മീൻ കറി ആയാലും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അമ്മമാരുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, ഓരെന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് എങ്ങനെ വെച്ചിട്ടും കാര്യമല്ല, ഓരോ ആ ഒരു കൈ അതിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മേൻ്റെ പണിയാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നാലും ഇന്നെ അങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. 2-3 ദിവസമായി മുറ്റമൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറി ആയി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ ഒഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണ്ടേ വിചാരിച്ചിട്ടാണ് അമ്മ എന്നെ വിളിച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അമ്മ എന്നെ ഒഴിച്ച് വാങ്ങും. അപ്പോൾ അതിലേക്ക് നാളികേരമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അമ്മ കൊണ്ടുവന്ന് വെച്ചാൽ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അച്ഛണ്ട് അതിലെങ്ങനെ നടക്കണം. അച്ഛയ്ക്ക് നേരം തന്നെ പോണില്ല കേട്ടോ. മറ്റേത് വെട്ടുണ്ടെങ്കിൽ ഉച്ചവരെ അങ്ങനെ പോവും. ഇപ്പം ഈ മഴ കാരണം വെട്ടില്ലായിട്ടേ നേരം തന്നെ പോണില്ല. അപ്പോൾ പീടികയിലൊക്കെ പോയി എന്നിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ഞാൻ നാളികേരവും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോന്നു. ഇനിയിപ്പോൾ തിളച്ചാൽ അമ്മ അത് വാങ്ങി വെച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വെന്തൊന്ന് വാർക്കാനുള്ളല്ലോ, അതിന് കുറേ സമയം എടുക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അടുക്കളയത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഉപ്പേരിയും കറിയായിട്ടുണ്ട്. ഇന്ന് ഉച്ചത്തേക്ക് അതന്നെയാണ് കേട്ടോ. അപ്പോൾ 3 ദിവസമായിട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട്. ഇലയൊക്കെ ഇങ്ങനെ ചാടിക്കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ഇടങ്ങേറാണ് കേട്ടോ. അടിച്ചു വരാൻ പറ്റണില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ഒരു വൃത്തി ഉണ്ടാവില്ല. നമ്മൾ മഴക്കാലത്ത് എന്ത് ചെയ്താലും ഒരു വൃത്തി ഉണ്ടാവില്ല. എത്ര പണിയെടുത്താലും കാണൂല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും കുറേശ്ശെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് കുറ്റി ചൂല് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛയും അമ്മയും പറയുന്നുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണ്ട, കാനത്തുള്ളി ഉണ്ട്, അതുപോലെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അത് കൊള്ളണ്ട, പനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞാൻ തലയിലൊരു മുണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ മുണ്ടൊക്കെ തലയിലിട്ടിട്ട് എന്തെങ്കിലും പണിയെടുക്കുക അറിയണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഓരിങ്ങനെ പറയുമ്പോൾ ധിക്കരിച്ച് ചെയ്യാൻ പറ്റുമല്ലോ വെച്ച് പേടിച്ചിട്ടാണ് കേട്ടോ തലയിലൊരു മുണ്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വല്ലാതെ മഴയൊന്നും ചാറണില്ല, എന്നാലും ഓരിങ്ങനെ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റുമല്ലോ വെച്ചിട്ട് തലയിലൊരൊക്കെ മുണ്ടൊക്കെ ഉണ്ട് വലിച്ചിട്ട് അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെപ്പാടൊരു സുരക്കേട്, ഏത് നേരം കൈ അയിമയ്ക്ക് തന്നെ പോകണം കേട്ടോ. പിന്നെ അടിച്ചു വരി ഉമ്മർത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അമ്മേനെ നോക്കിയിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ മഴ പെയ്തിട്ട് ചീഞ്ഞ് കിടക്കുമ്പോൾ ആ ഇലയൊന്നും തോണ്ടിയാൽ കിട്ടൂലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഞാനും അമ്മയും കൂടിയാണ് അടിച്ചു വരലുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ചോറിനലും അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് പനിമോളെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പോൾ ഒക്കെ കുറേ ആയി, ചെവിക്കൊരു വേദനയാണ്, ഒരു ഒച്ചയാണ് ചെവിൻ്റെ ഉള്ളതെന്നൊക്കെ പറയണം. അപ്പോൾ അവന് ഹോസ്പിറ്റലിൽ കാണിക്കരുതിയിട്ട് മഞ്ചേരിയിൽ നിന്ന് ഒരു ഡോക്ടർ വരുന്നുണ്ട് പൂക്കോടുംപാടത്ത്. അപ്പോൾ ആ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഓളെ കുറച്ച് നേരത്തെ പോയാണ്ട് ഓളെയും നന്ദുട്ടിനെയും കൂടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പാടയ്ക്ക് എന്താ പറയുക, നീരിറക്കത്തിൻ്റെയാണ്. അപ്പോൾ പാട ചെറുതായിട്ടൊരു സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ തിരിച്ച് പോന്നപ്പോൾ ഓളെ ചെരുപ്പ് ആകെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെരുപ്പും വാങ്ങി.
അപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച ഓളെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അന്നേക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചെരുപ്പും വാങ്ങി. അപ്പോൾ നന്ദൂട്ടനെ അതൊക്കെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കണ്ട അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് കാട്ടി തരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്